ഹലോ അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് 2 മീറ്റർ ക്ലോത്ത് കൊണ്ട് 7 വയസ്സായ ഒരു കുട്ടിക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തതുമായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അതിന് വേണ്ട ലൈസും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 മീറ്ററാണ് കേട്ടോ ഈ ക്ലോത്ത് വരുന്നത്. അപ്പോൾ അതിൽ 58 വെടുത്തുണ്ട്. 2 മീറ്റർ ആണെങ്കിലും ഈ ക്ലോത്ത് 58 വെടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് വലിപ്പമുണ്ട് ക്ലോത്ത്. അപ്പോൾ അത് ഞാൻ ആദ്യം അടിഭാഗമാണ് എടുക്കുന്നത്. സ്കേർട്ട് പാർട്ടാണ് ഞാൻ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 26 ഇഞ്ചും വെടുത്ത് 20 ഇഞ്ചാണ് കേട്ടോ. ക്ലോത്ത് മടക്കിയിട്ടതിന് ശേഷം 20 ഇഞ്ച്. അപ്പോൾ ഒരു പാർട്ട് 40 ഇഞ്ച് വരും കേട്ടോ. അങ്ങനെയാണ് വരുന്നത്. അങ്ങനെ സ്കേർട്ട് പാർട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ യോക്ക് പാർട്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന് ഞാൻ ബാക്കി വന്ന ക്ലോത്ത് 4 മടക്കി ഇടുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അധികം നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റൂലല്ലോ. കാരണം നമുക്ക് അത്ര എടുക്കണമെങ്കിലുള്ള ക്ലോത്ത് ഇല്ല. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് ഞാൻ അളന്നെടുക്കുന്നത്. അപ്പോൾ അതിന് ബോഡി പാർട്ടിക്ക് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് കേട്ടോ. വെടുത്ത് ഞാൻ എത്രയാണോ നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ട അത് മാത്രമാണ് കേട്ടോ മടക്കിയിട്ടിട്ടുള്ളത്. അധികം കട്ട് ചെയ്ത് പോകണ്ട വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഒരു ഭാഗം ഒരുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ അടയാളപ്പെടുത്തുന്നത്. നമുക്ക് കുറച്ച് പൊന്തിയിട്ടുണ്ടായിട്ടൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഫിനിഷിങ് കിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഞാൻ ബോഡി പാർട്ടിക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് കേട്ടോ. ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. പിന്നെ ഷോൾഡർ എടുക്കുന്നത് 5.5 ഇഞ്ച്. ഷോൾഡറും ആം ഹോളും അതേപോലെ തന്നെ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. പിന്നെ ഈ പറയാൻ മറന്നുപോയി, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ കട്ട് പീസ് കൊണ്ടും നല്ല പീസ് കൊണ്ടൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യണ വെറൈറ്റി വീഡിയോകളൊക്കെ ഇൻഷാല്ലാ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും നിങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണ് എനിക്കും എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞാൻ ചെസ്റ്റ് അടയാളപ്പെടുത്തുകയാണ്. ചെസ്റ്റ് ഞാൻ 9 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെസ്റ്റ് 9 ഇഞ്ചും വേസ്റ്റ് 8 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മാർക്ക് ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കാം. പിന്നെ താഴെ നമുക്ക് ഫ്രോക്ക് നമുക്ക് നേരെ ഷേപ്പിൽ കിടക്കാൻ വേണ്ടി ഞാൻ 1 ഇഞ്ച് കയറ്റി വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കൂടെ നമുക്കൊന്ന് ആ ഭാഗത്തേക്ക് ചെരിഞ്ഞ് വരച്ചു കൊടുക്കാം. അതിന് ശേഷം ആം ഹോളും ഒന്ന് കർവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിൻ്റെ അവിടേക്ക് ഒന്ന് ചെറുതായിട്ട് ചെരിഞ്ഞ് മാർക്ക് ചെയ്ത് കൊടുക്കണം. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളെ ബോഡി പാർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കേട്ടോ എടുക്കേണ്ടത്. അതിന് എനിക്ക് ആകെ ബാക്കി വന്നിട്ടുള്ളത് ഈ ഒരു പീസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്രത്തോളം സേവ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കട്ട് പീസാക്കി കട്ട് ചെയ്ത് കളയാതെ സേവ് ചെയ്തിട്ട് എടുത്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 8 ഇഞ്ചാണ് കേട്ടോ. വെടുത്ത് ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ പഫ് സ്ലീവാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് അത്രയും പ്ലീറ്റ് കൊടുക്കാനുള്ള വെടുത്ത് ഇതിൽ കിട്ടണില്ല. അപ്പോൾ ഞാൻ ഇതിൽ എത്രയാണോ എനിക്ക് കിട്ടുന്നത് അത് മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം പഫാക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും വീതി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. പിന്നെ എനിക്കെന്തോ ഞാൻ വീഡിയോയിൽ പെട്ടില്ല ഞാനത് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാനുള്ള വീതി ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങോട്ട് താഴത്തേക്ക് കർവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2.5 ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് അത് കൂടെ കേട്ടോ ഞാൻ ചെരിഞ്ഞ് വരച്ചു കൊടുത്തത്. ആ മേലേക്ക് കോണിലേക്ക് വരച്ചു കൊടുത്തത് അങ്ങനെയാണ്. പിന്നെ താഴെ വെടുത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 6 ഇഞ്ചാണ് കേട്ടോ. താഴെ നമ്മളെ സ്ലീവിൻ്റെ താഴെ ഭാഗം 6 ഇഞ്ച് എടുത്തിട്ട് അവിടേക്ക് ചെരിച്ച് വരഞ്ഞു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് സ്ലീവും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ നടുവിൽ ഞാൻ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നടുഭാഗം ഷോൾഡർ അറ്റാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എല്ലാ പീസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നെക്കിന് ഞാനൊരു വേറൊരു പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കട്ട് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് നമ്മൾ നെക്ക് എത്രയാണോ വേണ്ടത് അത് ഞാൻ ഇതിലാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. നെക്കിൻ്റെ വെടുത്ത് ഞാൻ 2.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ലെങ്ത്ത് 4 ഇഞ്ചുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ വെടുത്ത് 2.5 ഇഞ്ചും ലെങ്ത്ത് 4 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അടയാളപ്പെടുത്തി കൊടുക്കുക. അത് അടയാളപ്പെടുത്തിയിട്ട് നമ്മളെ നെക്ക് ഏത് ഷേപ്പിലാണോ അതേപോലെ വരഞ്ഞു കൊടുത്തതിന് ശേഷം താഴേക്ക് നമുക്ക് എത്രത്തോളം വേണോ അത്രയും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം പിന്നെ താഴേക്ക് ഞാൻ 5 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ അങ്ങനെ 5 ഇഞ്ച്
നെക്കിൻ്റെ ഫുള്ളായിട്ട് ഞാനിങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതുകൂടെ വരഞ്ഞിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ നിങ്ങളോടൊരു അഭിപ്രായം ചോദിക്കുകയാണ്. എനിക്കൊരാഗ്രഹമുണ്ട് നിങ്ങളെല്ലാവരും ഫ്രീ ആയിട്ട് സ്റ്റിച്ചിങ് പഠിപ്പിക്കുക എന്നുള്ളത്. ഒരാളെ അളവെടുത്ത് കട്ട് ചെയ്ത് മെത്തേഡ് കൂട്ടി എങ്ങനെയാണ് സ്റ്റിച്ചിങ് പഠിപ്പിക്കുക എന്നുള്ളത് ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ട് പഠിപ്പിച്ച് തരാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഞാനിത് 1 മുതൽ ഏതൊക്കെ ഡ്രസ്സ് വേണോ ആ ഡ്രസ്സിൻ്റെയൊക്കെ മെഷർമെൻറ്റ് നോക്കി നമുക്ക് മെത്തേഡ് കൂട്ടി എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് പഠിപ്പിച്ച് തരാം. അപ്പോൾ നിങ്ങൾ അഭിപ്രായം പറയുക, വേണോ വേണ്ടേ എന്നുള്ളത് പറയണം കേട്ടോ. ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങാം. അതിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് സംശയം ഉണ്ടെങ്കിലും അതിൽ ചോദിക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഞാനിതാ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൻ്റെ താഴെ ഇങ്ങനെ ലേസ് കൊടുക്കണം കേട്ടോ. അതിനുള്ള ലേസാണിത്. അപ്പോൾ പിന്നെ എൻ്റെ എല്ലാതും കട്ട് എടുക്കലും കഴിഞ്ഞു. പിന്നെ ഫ്രോക്കിൻ്റെ താഴെ നമുക്ക് ലേസ് കൊടുക്കണം. അപ്പം നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. വീഡിയോ കുറച്ച് ക്ലിയർ കുറവാണ്, കാരണം രാത്രി ഞാൻ മക്കളൊക്കെ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇതിന് നിന്നത്. അതുകൊണ്ടാണ് ഞാനിത് എത്ര ശ്രദ്ധിച്ചില്ല. ഇനി ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ഒക്കെ നമുക്ക് നേരം പോലെ എടുക്കാം കേട്ടോ. രാത്രി എടുക്കാതിരിക്കാൻ ഞാൻ നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണത്. അപ്പം നെക്കിന് താഴെ ലേസ് വരാൻ വേണ്ടിയിട്ട് ലേസ് 2 പീസിൻ്റെയും ഉള്ളിൽ നെക്ക് മറിച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് മറിച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അത് കൂടെ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനത്തെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ചെറിയൊരു കട്ടിങ് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ താഴെ കൂടെ കൊടുത്തതിന് ശേഷം അതൊന്ന് മറിച്ചെടുത്തിട്ട് പ്രസ്സിങ് സ്റ്റിച്ചും കൂടി കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിത് മറിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, മറിച്ചെടുത്തപ്പോൾ ലേസ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. ആദ്യം നമ്മൾ ഈ ലേസിൻ്റെ ഈ ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് താഴേക്കായി വരും കേട്ടോ. അപ്പം നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് നെക്ക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷമാണ് നമ്മളെ നെക്ക് ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ഞാൻ നടുഭാഗം അടയാളപ്പെടുത്തിയിട്ട് അവിടെ നമുക്ക് വെച്ചിട്ട് നമുക്ക് പിന്ന് വെക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടോ. നമുക്കതിന് നേരം പോലെ എവിടെയാണ് ഇതിൻ്റെ നടുഭാഗം വരുന്നതെന്നും പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒന്ന് ബോൾ പിന്ന് കുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ ഞാനത് ആ ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നെക്കിൻ്റെ ബാക്കി പീസ് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ കട്ടിങ് കൊടുക്കണം. അതിന് ശേഷമാണ് നമുക്കിത് മറിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ചീത്ത വശത്ത് വെച്ചിട്ടാണ് കേട്ടോ നെക്ക് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതിന് ശേഷം നമ്മൾ നല്ല ഭാഗത്തേക്ക് മറിച്ച് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അങ്ങനെ നല്ല ഭാഗത്തേക്ക് മറിച്ച് കൊടുത്തതിന് ശേഷം അത് അവിടെ നിന്ന് പ്രസ്സിങ് സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്ക് പാർട്ട് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഞാൻ എൻ്റെ അടുത്ത് ഇവിടെ ഒരു അബദ്ധം പറ്റിയിട്ടോ. എനിക്ക് എപ്പോഴും അബദ്ധങ്ങളാണല്ലേ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ നെക്ക് ഞാൻ കട്ട് ചെയ്യാതെ നമ്മൾ ഓപ്പൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടയാളപ്പെടുത്തി. എനിക്കിത് ഇങ്ങനെ ചെയ്യുമ്പോഴൊന്നും എനിക്കിത് നെക്ക് അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് ഓർമ്മയേ ഇല്ല കേട്ടോ. നെക്ക് അടയാളപ്പെടുത്താതെയാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞാൻ ഓപ്പണ് മേലെ തന്നെ 3.5 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഞാൻ നമ്മളെ ഓപ്പണിൻ്റെ അവിടെ കൊടുക്കുമല്ലോ, വേറൊരു പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അന്തം വിടുന്നത്. അയ്യോ, ഞാൻ എന്ത് പണിയാണ് ചെയ്തത്, ഞാൻ എന്താ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിരിക്കണത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടോ. ആർക്കെങ്കിലും ഇങ്ങനെ അബദ്ധം വല്ലതും പറ്റാറുണ്ടോ? നെക്ക് അടയാളപ്പെടുത്തേ കട്ട് ചെയ്യേ ഒന്നും ചെയ്യാതെയാണ് ഞാൻ ഈ പൊട്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴോ അത് മറിച്ച് നമ്മൾ ഉള്ളിലേക്കാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴോ ഒന്നും എനിക്കത് ഓർമ്മ വരുന്നില്ല കേട്ടോ. ഇത് ഇങ്ങനെ ഞാൻ നെക്ക് കട്ട് ചെയ്തിട്ടില്ലല്ലോ, കട്ട് ചെയ്യാതെയാണല്ലോ ഇത് സ്റ്റിച്ച് ചെയ്യണമെന്നൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് എപ്പോഴാണെന്നറിയോ, ഈ ഫ്രണ്ട് പാർട്ട് നമ്മളിതിൽ വെച്ച് ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴാണ് എനിക്കത് ഓർമ്മ വരുന്നത് കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്ത് ചെയ്തു, ഈ ഫ്രണ്ട് പാർട്ടാകുമ്പോൾ വെച്ചതിന് ശേഷം നെക്ക് അടയാളപ്പെടുത്തിയിട്ടോ ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അടയാളപ്പെടുത്തിയിട്ട് ലെങ്ത്ത് എത്രയാണോ വേണ്ടതെന്ന് നോക്കി. അപ്പോൾ ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ബാക്ക് പീസിൽ പിന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. 3 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് കർവ് ചെയ്തിട്ട് വരഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കൂടെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഈ ബട്ടൺസ് കൊടുക്കാനുള്ള ഓപ്പണ് ചെറുതായി പോയിട്ടോ. പിന്നെ ഞാനത് ശരിയാക്കാനൊന്നും നിന്നില്ല. ആ മോൾക്ക് തലയിൽ കൂടെ ഇറങ്ങുണ്ടാവും വിചാരിച്ചു. പിന്നെ നെക്കും അത്യാവശ്യം വെടുത്തുണ്ട്. പിന്നെ അപ്പോൾ ചെറിയൊരു ഓപ്പൺ മതി, ഇനി അതൊന്ന് മാറ്റണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല. പിന്നെ നെക്കിന് ഞാൻ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ട് മറിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഉള്ളിലേക്ക്. അപ്പോൾ ഞാനത് കട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് പ്രസ്സിങ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മുന്നേ
ഷോൾഡർ നമുക്ക് ഏപ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്, ഷോൾഡറിൻ്റെ ഒരു സ്റ്റിച്ചിങ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ഫ്രോക്കിലും ചെയ്യണ പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ക്രോസ് പീസും മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്ലീവിൻ്റെ നടുഭാഗം വെച്ചിട്ട്, നടുഭാഗം ഷോൾഡറിൻ്റെ അറ്റാച്ച് ചെയ്ത ഭാഗത്ത് വെച്ചിട്ട് ബോൾ പിന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം താഴെന്ന് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക. അപ്പോൾ അതിന് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോൾഡറിൻ്റെ ആ ഭാഗത്ത് തന്നെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ എനിക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് ആവുകൊണ്ട് ഞാൻ താഴത്തു നിന്ന് തന്നെ മേലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരലാണ്. അപ്പോൾ അങ്ങനെ 2 സ്ലീവും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് പാർട്ട് നമ്മളെ ബോഡി പാർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് ഇങ്ങനെ ചെറുതായിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയെ, അതല്ലെങ്കിൽ നമ്മൾ ആദ്യം സ്കേർട്ട് പാർട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ബോഡി പാർട്ടിൽ തന്നെ വെച്ചിട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാക്ക് പാർട്ടിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ട് പാർട്ടിലും സ്റ്റിച്ച് ചെയ്യാണ്. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ സ്ലീവിൻ്റെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ അങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 2 കൈയിൻ്റെയും മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ ഒരു എലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 10 ഇഞ്ചാണ് ഞാൻ എലാസ്റ്റിക് എടുത്തിട്ടുള്ളത്. അര ഇഞ്ചിൻ്റെ അല്ല 4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ അറ്റത്തുനിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ആ മാർക്ക് ചെയ്തതിന് ശേഷം ആ ഭാഗത്തു കൂടെ എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതാ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. 2 സ്ലീവുമേയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലിൽ നമുക്കൊന്ന് ലേസ് വെച്ച് കൊടുക്കണം കേട്ടോ. ആ നെക്കിന് വെച്ച അതേ ലേസ് തന്നെയാണ് ഞാൻ ആ എലാസ്റ്റിക്കിൻ്റെ മേലെയും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ 2 സ്ലീവിനും ഞാൻ അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടിൽ എങ്ങനെയാണ് ലേസ് വെച്ച് കൊടുക്കുക എന്നുള്ളത് നോക്കാം. അതിൻ്റെ മുന്നേ ഞാൻ 2 സൈഡും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് താഴെ ലേസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓരോ ഇഞ്ചാണ് ഞാൻ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഓരോ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് 2 സൈഡും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം നമുക്ക് ഫ്രോക്കിൻ്റെ താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞിട്ടുണ്ട്, സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലും കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ഞാൻ ഫ്രോക്കിൻ്റെ താഴെ ലേസ് വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ലേസ് വെച്ച് കൊടുക്കാൻ ഞാൻ ഒരു 5 ഇഞ്ചാണ് കേട്ടോ അടയാളപ്പെടുത്തുന്നത്. ഫ്രോക്കിൻ്റെ താഴെ നിന്ന് മുകളിലേക്ക് 5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ആ 5 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്ത് കൂടെ കേട്ടോ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്യണത്. അപ്പോൾ ഇതാ അങ്ങനെ ഞാൻ ഫ്രോക്കിൻ്റെ ബാക്കിലും ഫ്രണ്ടിലും ഞാൻ ലേസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫ്രോക്ക് വരുന്നത്. ഇത് കണ്ടിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാൻ എന്തായാലും നിങ്ങൾ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളും ഇതുപോലെ മക്കൾക്കൊക്കെ എങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.